സവാളയും മസാലയൊക്കെ വഴറ്റി സമയം കളയാതെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ മാറ്റിയിട്ട് നല്ല ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന വരെ വഴറ്റിയിടുക. അതായത് കരിയിപ്പിച്ച് കളയരുത് കേട്ടോ. അതിൻ്റെ മസാലയുടെ മണം പോകാതെ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അതിന് ശേഷം 1 കിലോ ബീഫ് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ആ മസാല ഇട്ടു. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, ഒരു മീഡിയം സൈസ് ഒരു തക്കാളി, 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് വെക്കണം. ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്നാലും അടിപൊളി ടേസ്റ്റായിട്ട് അത് ജ്യൂസി ആയിട്ട് വരും. നല്ലോണം വെന്ത് നല്ല ജ്യൂസി ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം നല്ലതാണ്. അതിന് ശേഷം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഹോൾ മസാലയൊക്കെ ഇട്ട് പട്ട, കരാമ്പി, ഏലക്ക അങ്ങനെയുള്ള മസാല, പെരിഞ്ചീരകം കൂടി ഇടണം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കൂട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന്, ബീഫാണല്ലോ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നല്ലോണം വെന്ത് ആ മസാല ഒന്നും കാണത്തില്ല. അതായത് കുറുകിയ പേസ്റ്റ് പോലെ നല്ല ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.